ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് നമ്മൾ ചെയ്യുന്ന കേട്ടോ. കണ്ണൊക്കെ അതുകൊണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നമ്മുടെ ഓണം തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറേ ദിവസം വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന 2 കുട്ടി ഫ്രോക്കാട്ടോ തയ്ക്കാൻ പോകുന്നത്. അപ്പം 2 പേർക്ക് വേണ്ടിയിട്ടാണ്, ചേച്ചിയും അനിയത്തിക്കും വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഒരാൾ തീരെ ചെറിയ കുട്ടിയും ഒരാൾ കുറച്ച് ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടാണോ കട്ട് ചെയ്യുന്നത്. അപ്പം തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന കേട്ടോ. അപ്പം ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെറ്റിൽ വർക്ക് വരുന്നൊരു ടൈപ്പ് മെറ്റീരിയലാട്ടോ. കൂടെ തന്നെ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ചെറിയ സ്വീക്വൻസ് വർക്കും വരുന്നൊരു മെറ്റീരിയലാണിത്. ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് തന്നിട്ടുണ്ടായിരുന്നത്. അമ്പർല രീതി തയ്ക്കണമെന്നാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകം ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ അടിഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നൂല് വെച്ച് കൊടുക്കണമെന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ തുണി കട്ട് ചെയ്യാനെടുത്ത് അപ്പോഴാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചത്. കാരണം ഇത് അത്യാവശ്യം ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് നൂല് പിടിപ്പിക്കുന്ന കുറച്ച് ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. എന്നാലും ശ്രമിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞില്ല, അത് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നുള്ള രീതിയിലാട്ടോ ഇരുന്നത്. പിന്നെ നമ്മൾ സിബ്ബൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇൻവിസിബിൾ സിബ്ബാട്ടോ 2 പേരുടെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ബാക്കിലെ റൗണ്ടും ഫ്രണ്ടിലെ റൗണ്ട് നെക്കുമാണ്. നെക്കിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്ലീറ്റഡ് പോലെ കൊടുക്കണമെന്ന് അവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ അകത്ത് വരുന്ന രീതിയിൽ നമ്മൾ തുണി അകമ്പുറം തിരിച്ചെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഞൊറിവ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ അടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഒരാളുടെ സ്ലീവ്, ഇതാണ് ഒരാളുടെ സ്ലീവ്. അപ്പം നെക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കൂടെ നമ്മൾ വള്ളിയും അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഫ്രോക്കിന് നമുക്ക് ഇച്ചിരി ഷേപ്പ് കിട്ടാനായിട്ട് ഒരുപാട് ടൈറ്റ് ആകാതെ വള്ളി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ലാസ്റ്റ് ആട്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് പ്ലാസ്റ്റിക് നൂലിലോട്ട് കടന്നത്. കാരണം എന്താകും ഏതാകും എന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് ലാസ്റ്റത്തോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ക്രേപ്പിൻ്റെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റി. അതേസമയം നല്ല തുണിയിലോട്ട് വന്നപ്പോൾ കുറച്ചധികം പാടായിരുന്നു, എന്നാലും എനിക്കത് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് എല്ലാം കൊടുത്ത് യോക്കും അതുപോലെ തന്നെ സ്കേർട്ട് അറ്റാച്ച് ചെയ്തു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുവാൻ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. വീണ്ടും കാണാം.